ഞാൻ ഡോക്ടർ അജ്മൽ വടകര ആശ ഹോസ്പിറ്റലിലെ ശിശുരോഗ വിദഗ്ധനാണ്. നമുക്ക് നോമ്പുകാലം ആരംഭിക്കുകയാണ്. റംസാൻ വ്രതം വന്നെത്തിച്ചേർന്നിരിക്കുകയാണ്. വിശ്വാസപരമായി കുട്ടികൾക്ക് പ്രായപൂർത്തിയാവുന്നതിന് മുമ്പ് നോമ്പ് അനുഷ്ഠിക്കൽ നിർബന്ധമല്ല എങ്കിലും പലപ്പോഴും വീടുകളിൽ മുതിർന്നവർ നോമ്പ് അനുഷ്ഠിക്കുന്നത് കണ്ട് കുട്ടികൾ കൂടെ നോമ്പ് അനുഷ്ഠിക്കാറുണ്ട്. അവർക്ക് പലപ്പോഴും അത് ഫ്രണ്ട്സിനിടയിൽ നമ്മൾ ഇത്ര നോമ്പ് എടുത്തു എന്നൊക്കെ അവർ വളരെ വീരവാദം മുഴക്കുന്ന ഒരു കാര്യം കൂടെയാണ്. അപ്പൊ നമുക്ക് അതിന്റെ ഒരു ശാസ്ത്രീയ വശം മെഡിക്കലി കുട്ടികൾക്ക് നോമ്പെടുക്കാൻ പറ്റുമോ ഇല്ലതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. 7 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ നമ്മൾ ഒരു കാരണവശാലും നോമ്പ് എടുക്കാൻ അനുവദിക്കാൻ പാടില്ല എന്നതാണ്. അതിന്റെ കാരണങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ 7 വയസ്സിന് മുമ്പ് അവരുടെ മെറ്റബോളിക് റേറ്റ് വളരെ കൂടുതലായിരിക്കും. മെറ്റബോളിക് റേറ്റ് വളരെ കൂടുതലുള്ള ആളുകൾക്ക് അവർക്ക് കോൺസ്റ്റന്റ്ലി അവർക്ക് എനർജി സോഴ്സ് കിട്ടിക്കൊണ്ടിരിക്കണം. രണ്ടാമതായിട്ട് നമ്മൾ വ്രതം അനുഷ്ഠിക്കുമ്പോൾ നമ്മൾ ഭക്ഷണത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഗ്ലൂക്കോസ് നമ്മുടെ ബ്ലഡിൽ അത് കുറച്ച് മണിക്കൂറുകളേ ഉണ്ടാകുകയുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ സാധാരണമായി നമ്മുടെ ബോഡിയിലുള്ള സ്റ്റോർ ഗ്ലൈക്കജൻ സ്റ്റോർ നമ്മുടെ മസിലിലും ലിവറിലും ഒക്കെ അതാണ് ബോഡി ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്നത്. ഈ കൊച്ചുകുട്ടികൾക്ക് 7 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ഈ ഗ്ലൈക്കജൻ സ്റ്റോറേജ് വളരെ കുറവായിരിക്കും. അതുകൊണ്ട് അവർക്ക് ബ്ലഡ് ഷുഗർ താഴ്ന്നു പോകാൻ, ഹൈപ്പോഗ്ലൈസീമിയ വരാനും നിർജ്ജലീകരണം വരാനും ഒക്കെ സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് 7 വയസ്സിന് താഴെയുള്ള കുട്ടികൾ നമ്മൾ നോമ്പനുഷ്ഠിക്കാൻ പാടില്ല എന്നതാണ് ശാസ്ത്രീയമായി നമുക്ക് പറയാനുള്ളത്. ഇനി 7 വയസ്സ് മുതൽ 10 വയസ്സ് വരെയുള്ള ഒരു കുട്ടികൾക്ക് അവരെയും നമുക്കൊരു ഫുൾ ഡേ വ്രതം, നമ്മൾ രാവിലെ സുബഹ് മുതൽ വൈകുന്നേരം മഗ്രിബ് വരെയുള്ള ഒരു ഫുൾ ഡേ നോമ്പ് നമ്മൾ അവർക്ക് അനുവദനീയമല്ല. അവർക്കൊരു ഹാഫ് ഡേ നോമ്പ്, നമ്മൾ രാവിലെ ഉച്ചവരെയൊക്കെയുള്ള രീതിയിൽ അവർക്ക് നോമ്പ് അനുഷ്ഠിക്കാവുന്നതാണ്. പക്ഷേ അതിൽ നമ്മൾ ശ്രദ്ധിക്കണം, ഇവർക്ക് വേറെ ഹൃദയത്തിൻ്റെതോ അതുപോലെ ലിവറിൻ്റെതോ കിഡ്നിയുടേതോ ഉള്ള അസുഖങ്ങളൊന്നും അവർക്ക് ഉള്ളവരായിരിക്കാൻ പാടില്ല. അതുപോലെ അവരുടെ പ്രായത്തിനനുസരിച്ചിട്ടുള്ള അവർക്ക് തൂക്കവും ഉയരവും ബോഡി മാസ് ഇൻഡെക്സും ഒക്കെ ഉള്ള കുട്ടികൾ, മറ്റു മരുന്നൊന്നും കഴിക്കാത്ത കുട്ടികളാണെങ്കിൽ രക്ഷിതാക്കൾ എപ്പോഴും ക്ലോസ് സൂപ്പർവൈസ് ചെയ്തുകൊണ്ട് അവർക്ക് ഇങ്ങനെ ഷുഗർ കുറയുന്നതോ നിർജ്ജലീകരണത്തിന്റെ എന്തെങ്കിലും ലക്ഷണങ്ങൾ, തലവേദന, ഛർദില്, ക്ഷീണം ഒക്കെ വരുന്നുണ്ടോ എന്ന് നമ്മൾ ക്ലോസ്ലി മോണിറ്റർ ചെയ്ത് നമുക്കൊരു ഹാഫ് ഡേ ഒക്കെ നോമ്പ് അനുഷ്ഠിപ്പിച്ച് നോക്കുന്നതിൽ തെറ്റില്ല. ഇനി അതിനുശേഷം ഉള്ള കുട്ടികൾക്ക് നമുക്ക് ഇതുപോലെ പ്യൂബർട്ടി ആവുന്നത് വരെ 10 വയസ്സിന് ശേഷമുള്ള കുട്ടികൾക്ക് വേറെ രോഗങ്ങളൊന്നുമില്ല, ശ്വാസകോശ രോഗം, ഹൃദ്രോഗം അങ്ങനെയൊന്നുമില്ല, അവർക്ക് പോഷകാഹാരക്കുറവില്ല, മറ്റ് അസുഖങ്ങളൊന്നും ഇല്ല എങ്കിൽ അവർക്ക് നോമ്പ് അനുഷ്ഠിക്കാവുന്നതാണ്. ഫുൾ ഡേ നോമ്പ് അനുഷ്ഠിക്കാം. പക്ഷെ അപ്പോഴും ഈ പറഞ്ഞതുപോലെ രക്ഷിതാക്കൾ അവർക്ക് എന്തെങ്കിലും ഹൈപ്പോഗ്ലൈസീമിയ, ഷുഗർ കുറയുക, നിർജ്ജലീകരണ ലക്ഷണങ്ങൾ നമ്മൾ എന്തെങ്കിലും കാണുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ തീർച്ചയായും അവരെ നോക്കിക്കൊണ്ടിരിക്കണം. പിന്നെ മുതിർന്നവര് നമുക്കറിയാം, എല്ലാവർക്കും സാധാരണ രീതിയിൽ രോഗങ്ങളോ പ്രശ്നങ്ങളോ ഉള്ളവർ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. താങ്ക് യു.